വീട് പണി തീരുന്നില്ല, വാടക വീട്ടിലാണ്, സ്വന്തമായൊരു വീടില്ല എന്നൊക്കെ പരാതിയും പരിഭവങ്ങളും വീടുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വീടില്ലാത്തവർ, വാടക വീട്ടിൽ കിടക്കുന്നവർ, വീട് പണി തുടങ്ങിയിട്ട് തീരണില്ല എന്ന് പരാതി പറയുന്നവർ, അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ആ പ്രശ്ന പ്രതിസന്ധി കയങ്ങളിൽ കഴിയുന്നവർക്ക് വലിയ ആശ്വാസമായി വീട് പണി വേഗം പൂർത്തിയാകാൻ, വസ്തുവകകൾ വിറ്റുപോകാൻ, അങ്ങനെ തുടങ്ങിയുമായി വസ്തുവും വീടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉപകാരപ്രദമായ ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വീണ്ടും അൽഹംദുലില്ലാ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി നമ്മൾ വീണ്ടും ഒരുമിച്ചിരിക്കുന്നു. അള്ളാഹു ചേർത്തു പിടിച്ചവർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ഈ ചാനലിന്റെ കുറെ കമന്റുകൾ എടുത്ത് നോക്കി, ഉസ്താദെ വീടില്ല, വാടകയ്ക്കാണ്, അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുആ വസിയത്ത് നമുക്ക് കാണാം. അങ്ങനെയാണ് നീ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ബറക്കത്തുണ്ട്, 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ട് എങ്കിൽ അവന് ബറക്കത്തുണ്ട്, ശുഭകാര്യങ്ങളിൽ പെട്ടതാണ്, നല്ല കാര്യങ്ങൾ പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് നബി തങ്ങൾ പറഞ്ഞത് സമാധാനമുള്ള വീടെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, സമാധാനം ഉണ്ടാകണം. ആ വീട് അവനുണ്ടോ അത് സമാധാനമാണ്, സന്തോഷമാണ്. നബി തങ്ങൾ പറഞ്ഞ എന്താ, ഒരു മനുഷ്യന്റെ വീട് സന്തോഷകരമാകണമെങ്കിൽ അവന് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ആപലാദികളും ടെൻഷനുകളുമായി അവന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവന്റെ സമാധാനം അവൻ ഉണ്ടാകുമെങ്കിൽ, അവന് സന്തോഷമുണ്ടാകുമെങ്കിൽ, അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഒരു ആശ്വാസം ഉണ്ടാകുമെങ്കിൽ വഹുവ ബറക്ക, അത് ബറക്കത്തുള്ള വീടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരു ബുദ്ധിമുട്ട് വന്ന, ഒരു ടെൻഷൻ വന്ന, ഒരു പ്രയാസം വന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകലാ പതിവ്. എന്തേ? നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് സന്തോഷം കിട്ടുന്നില്ല, നമ്മുടെ വീട്ടിൽ ആനന്ദം കിട്ടുന്നില്ല, നമുക്കൊരു ആശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീട് വിട്ടിറങ്ങുന്നവരാ നമ്മിൽ പലരും. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, ആശ്വാസത്തിന്റെ പേമാരിയാണ് വീട്ടിനകത്തുണ്ടാകേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പലർക്കും പരാതിയാണ്, ഉസ്താദേ സ്വന്തമായൊരു വീടില്ല, വീട് പണി നടന്നു, പൈസയുണ്ട്, പക്ഷെ പണി അങ്ങോട്ട് തീരണില്ല, ഇനി പൈസ ബുദ്ധിമുട്ടുണ്ട്, പണി അങ്ങോട്ട് മുന്നോട്ട് പോകണില്ല, അല്ലെങ്കിൽ വസ്തു ഉണ്ട് അത് വിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീടുമായി പണി തീരാത്തതായും, അല്ലെങ്കിൽ പണി തീർന്നിട്ടും കയറാൻ പറ്റാത്തതായി, വസ്തു വിൽക്കാൻ പറ്റാത്തതായി, വാങ്ങാൻ പറ്റാത്തതായി, അങ്ങനെ ഒരുപാട് പ്രയാസ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ വീടൊരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്, ഇല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്ത് മിക്കയിടങ്ങളിലും അള്ളാഹു പറയുന്നുണ്ട്, സ്വർഗത്തിൽ അള്ളാഹു കൊട്ടാരം തരും. അള്ളാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ അലതല്ലുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുപാട് സ്വർണത്തിനാലുള്ള, മരതകത്തിനാലുള്ള, വെള്ളിയിനാലുള്ള, ഒരുപാട് ഗോമേതകത്തിനാലുള്ള സുന്ദരമായ വീടുകൾ അവർക്ക് അള്ളാഹു കൊടുക്കുമെന്നാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ മുത്തുനബിതങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ വീടുണ്ടെന്നാണ്. അപ്പൊ വീടെന്താ? അത് സ്വർഗത്തിലും വീടുണ്ട്. അപ്പൊ വീടൊരു മനുഷ്യന് സന്തോഷമാണ്, ആനന്ദമാണ്. അപ്പൊ വീടുമായി ബന്ധപ്പെട്ട് വിൽക്കാനും വാങ്ങാനും അല്ലെങ്കിൽ വീട് പണി പൂർത്തീകരിക്കാനുമായി സംബന്ധമായി ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട ഒരു ചെറിയ 1-2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സമയം വളരെ കുറവാണ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഒന്നാമത് നമ്മൾ ചെയ്യാനുള്ളത് നിസ്കാരം കൃത്യമാക്കുക. നിസ്കാരം നമ്മൾ കൃത്യമാക്കുക. അവലൻ നമ്മൾ എന്ത് ചെയ്യുക? നിസ്കാരം കൃത്യമാക്കുക. കൃത്യമായി നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരങ്ങൾ, സുന്നത്തും വേണം, ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒന്ന്. രണ്ടാമത്തെ വിഷയം, നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞു. സുബഹിന്റെ സമയം ബറക്കത്തുള്ള സമയമാണ്, നമുക്കറിയാം. ആ സമയം നമ്മൾ ഉറക്കാണ്. സുബഹിയുടെ സമയം, സുബഹി നമസ്കാരം കഴിഞ്ഞ് 114 തവണ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞു, ചൊല്ലാനുള്ള അദ്കാറുകളൊക്കെ ചൊല്ലി, നമ്മൾ അതുപോലെ ബന്ധപ്പെട്ട നമ്മൾ ആയത്തുകളും സൂറത്തുകളൊക്കെ ഓതാനുള്ളവരുണ്ട്, അതൊക്കെ നമ്മൾ ഓതിയതിനു ശേഷം 114 തവണ യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ
യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്നവനെ, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നർത്ഥം വരുന്ന യാ ജാമിഉ യാ അല്ലാ എന്ന് 114 114 114 തവണ നമ്മൾ ചൊല്ലുക. നമ്മൾ ആ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലാം, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് സമയമില്ല, കുട്ടികൾക്ക് 7:30 മണിക്ക് പോകണം, 8 മണിക്ക് പോകണം, അപ്പോൾ ഭക്ഷണം വേഗം തയ്യാറാകണം. അപ്പൊ നമ്മൾ അടുക്കളയിൽ ചൊല്ലാം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, തിരക്കൊന്നുമില്ലെങ്കിൽ നിസ്കാരപ്പായി തന്നെ ചൊല്ലിക്കോളി. 114 തവണ യാ ജാമിഉ യാ അല്ലാ. എത്ര സമയം വേണം? ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യാ ജാമിഉ യാ അല്ലാ. കടമ തീർക്കാൻ വേണ്ടി ചെയ്യരുത് കേട്ടോ. യാ ജാമിഉ അല്ലാ, യാ ജാമിഉ അങ്ങനെയല്ല. കൽബിൽ തട്ടി ആത്മാർത്ഥം പടച്ചവൻ എന്റെ വീട് വിൽക്കാനാണ് നിയ്യത്ത്, അല്ലെങ്കിൽ എന്റെ വീട് പണി പൂർത്തിയാകണം, എനിക്ക് സ്വന്തമായൊരു ഭവനം വേണം, വാടക വീട് മാറി സ്വന്തമായൊരു ഭവനം വേണം, എന്റെ വസ്തുവകൾ വിൽക്കാനുണ്ട് എന്നൊക്കെ ആഗ്രഹത്തിൽ യാ ജാമിഉ യാ അല്ലാ. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയാണ്. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറയാനുണ്ട്. അല്ലാഹു അതൊക്കെ കേൾക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ എന്താ യാ ജാമിഉ യാ അല്ലാ ഒന്നത്. ഇനി അടുത്തത്, അപ്പൊ എത്രണ്ണായി? നിസ്കാരം കൃത്യമാക്കുക, യാ ജാമിഉ യാ അല്ലാ 114 തവണ. മൂന്നാമത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ വലത് കൈ എടുത്ത് നമ്മുടെ നെഞ്ചിലേക്ക് വെക്കുക. വലത് കൈ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പറയുക യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ. എല്ലാ വാതിലുകളെയും തുറക്കുന്നവനെ, എന്റെയും വാതിലുകളെ നീ തുറക്കണയല്ല. തടസ്സങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, പ്രയാസങ്ങളാണ് റബ്ബേ, എന്നാലും നിന്നിലാണ് എനിക്ക് വിശ്വാസമല്ല. യാ ഫത്താഹു യാ അല്ലാ 71 തവണ, 71 തവണ വലത് കൈ നെഞ്ചിലേക്ക് വെച്ചിട്ട് നമ്മൾ ചൊല്ലുക. 71 വട്ടം. യാ ജാമിഉ ചൊല്ലുമ്പോൾ കൈ നെഞ്ചിൽ വെക്കണ്ട, അല്ലാതെ ചൊല്ലാം. പക്ഷെ യാ ഫത്താഹു വെക്കുമ്പോൾ 71 തവണ ചൊല്ലുമ്പോൾ നെഞ്ചിൽ കൈ വെച്ച് ചൊല്ലിക്കോളി. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തത് യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്. എല്ലാത്തിനും അധികാരമുള്ളവൻ നീയാണ്. ഒരു വസ്തു വിൽക്കുവാനും വാങ്ങുവാനും ആ വസ്തുവിന്റെ എല്ലാ അധികാരം നിനക്കാണ് പടച്ചോനെ എന്നർത്ഥം വരുന്ന യാ മാലിക്കൽ മുൽക്ക്. എത്ര തവണ? 212 തവണ. 212 212 തവണ ഇത് ചൊല്ലുക. അത് കഴിഞ്ഞില്ലേ? അപ്പൊ യാ ജാമിഉ യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ മാലിക്കൽ മുൽക്ക് യാ അല്ലാ. ഇത് കഴിഞ്ഞിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതെല്ലാ ദിവസവും ചൊല്ലാനുള്ളതാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം വന്നാൽ ഉമ്മമാരെ, നിങ്ങൾ ളുഹർ നമസ്കാരം കഴിഞ്ഞ്, വാപ്പമാരെ ജുമഅ നമസ്കാരം കഴിഞ്ഞ് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഞാൻ അധികം പറഞ്ഞ ഒരു 5 മിനിറ്റ് നമ്മൾ ഇരിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? യാ അല്ലാഹു യാ അല്ലാ, യാ അല്ലാഹു യാ അല്ലാ, യാ അല്ലാഹു യാ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളുടെയും ഉടമസ്ഥവൻ അവനാണ്. അവനാണ് ബുദ്ധിമുട്ട് തരുന്നത്, അവനാണ് പ്രയാസം തരുന്നത്, അവനാണ് ഇടങ്ങേറുകൾ തരുന്നത്. മാറ്റാനും പടച്ചവനാണ് കഴിവുള്ളത്. അല്ലാഹ് തന്നൊരു കാര്യമുണ്ടോ അത് അല്ലാഹു തന്നെ മാറ്റാൻ കഴിവുള്ളവനാണ്. യാ അല്ലാഹു യാ അല്ലാ ഒരു 100 വട്ടം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് ഉമ്മമാരെ ചൊല്ലിക്കോ, വാപ്പമാരെ ജുമാ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കോ ഒരു 100 വട്ടം. ഉറപ്പായും നിങ്ങളുടെ എന്താണോ വീടുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഇത് എത്ര ദിവസം ചൊല്ലണം ഉസ്താദെ? അതൊരു പ്രശ്നമല്ലേ? പക്ഷേ മഹാരഥന്മാരാകുന്ന ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവരൊക്കെ ജീവിതത്തിൽ 1-2 ദിവസം ചെയ്യുമ്പോഴേ ഫലം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈമാനും അവരുടെ ഈമാനും രാപ്പകല് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ രേഖപ്പെടുത്തി ഇത് പതിവാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യാ ജാമിഉ യാ അല്ലാ 114, യാ ഫത്താഹു യാ അല്ലാ 71, യാ മാലിക്കൽ മുൽക്ക് 212 തവണ, വെള്ളിയാഴ്ച ദിവസം യാ അല്ലാഹു 100 തവണ. ഇതെല്ലാം കൂടി ചൊല്ല ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഇതെല്ലാം കൂടി ചൊല്ലാം 10 മിനിറ്റ് പോലും വേണ്ട. അടുക്കളയിൽ ചൊല്ലാം, വീടടിച്ചു വരുമ്പോൾ ചില സുബഹി നിസ്കാരം കഴിഞ്ഞാണ് ചൊല്ലേണ്ടത്. അതാണ് അതിന്റെ സമയവും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ ദിക്റുകൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി തരുമെന്നാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വജ്രായുധമാണ്. പ്രാർത്ഥിക്കാതെ അല്ലാഹു ഇങ്ങനെ 7-ാം ആകാശ താഴേക്ക് ഇറങ്ങുമെന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? നമുക്ക് ചോദിക്കാൻ സമയമില്ല. നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ്, ഇമാം ഉസ്താദ് അവർകൾ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി കൈ അങ്ങോട്ട് ഉയർത്തുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഒറ്റ പോക്കാണ്. അത് വെള്ളിയാഴ്ച ആയാലും ഫർദ് നിസ്കാരത്തെ സമയമില്ല നമുക്ക്.
പെടച്ചടച്ച് അടുക്കള ജോലിക്കിടയിൽ ളുഹർ നമസ്കരിക്കാൻ വേണ്ടി ഉമ്മ ഓടി വന്നാൽ, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഓടി പടച്ച് വന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, മൂന്നൂതൂതി പോവാണ്, ചോദിക്കാൻ സമയമില്ല, നമ്മൾ തിരക്കിലാണ്. അല്ല, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കൽ അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ജീവിത വിജയത്തിന് അതൊരു നിദാനമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടി പറയാം, നിസ്കാരം കൃത്യമാക്കുക. യാ ജാമിഉ യാ അല്ലാഹ് സുബഹി കഴിഞ്ഞ് 114, യാ ഫത്താഹു യാ അല്ലാഹ് 71 വട്ടം, യാ മാലിക്കൽ മുൽക്ക് 212. അതുപോലെ വെള്ളിയാഴ്ച ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് യാ ലാറു യാ അല്ലാഹ് 100 വട്ടം. ഇത് പതിവാക്കുന്നതിനോടൊപ്പം ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്താൽ ഉറപ്പായും നമ്മുടെ ജീവിതത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട്, വസ്തു വിൽക്കലാകട്ടെ, വാങ്ങലാകട്ടെ, വീട് പണി പൂർത്തിയാകലാകട്ടെ, കടവുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങേറുകളും മാറ്റുമെന്ന് മഹാരഥന്മാരാകുന്ന സൂഫിയാക്കൾ, പണ്ഡിതന്മാർ അവരുടെ മുജറബായി ജീവിത അനുഭവങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മമാരെ, ഇത് നമുക്കൊരു ആശ്വാസ തെളിനീരാണ്. ഇത് വലിയൊരു നമുക്ക് ആശ്വാസത്തിന്റെ തെളിനീരാണ്, ഒരു പേമാരിയാണ്. ഇൻഷാ അല്ലാഹ് ഇത് മുറുകെ പിടിക്കൽ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അത് വലിയ മഹത്വമുള്ളതാണ്. അത് ഉറപ്പാണ്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരു കാരണമാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്, ആ ആത്മീയ മജ്ലിസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.